ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെ സ്നാപ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ മേളിൽ ഒരാൾ നിന്ന് നോക്കുന്നുണ്ട്. തല കാണുന്നുണ്ടോ ഗൈസ്? ഇതേ ഒരാൾ കൈയിട്ട് കാണിക്കുന്നുണ്ട്. ശില്പ നേരെ മേളിലുണ്ട്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. അതായത് നമ്മൾ ഡെൻമാർക്കിൽ നിന്നിട്ട് നമ്മളെന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് കൺട്രി ആയിട്ടുള്ള സ്വീഡനിലോട്ട് പോവാണ്. സ്വീഡൻ്റെ മാൽമോ എന്ന് പറഞ്ഞ പ്ലേസ് നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. ചെറിയ ഒരു 1 ഹവറിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തൊരു ചേട്ടനുണ്ട്, വിനോയ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഇടയ്ക്ക് സ്ഥിരം പറഞ്ഞ് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് വരാം, ബാക്കി എൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ദേ ബിനോയ് ചേട്ടൻ വന്നിട്ടുണ്ട്. ദേ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണ്. നേരെ അങ്ങോട്ട് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, അപ്പോൾ നമ്മൾ മാൽമോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിൻ്റെ ലാസ്റ്റ് എക്സിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാൽമോ E20 എന്ന് പറഞ്ഞത് അവിടെ കാണാൻ പറ്റും. മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മറ്റേ ഇൻസോമിനിയ പ്രോഗ്രാമിന് ആദ്യം വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് എയർപോർട്ട് വഴി ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. വിനോദ് ചേട്ടൻ അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. നമ്മൾ നേരെ എയർപോർട്ടിന് അങ്ങോട്ട് പോകും. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ അടുത്ത് കാണാൻ പറ്റും. നമുക്ക് ഉള്ളിൽ കയറാതെ തന്നെ പോണ വഴിക്കൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. അതന്നെ ക്ലോസ് ലാൻഡിങ് ഒക്കെ കാണാൻ പറ്റുമോ നോക്കാം. നമുക്കതേ എയർപോർട്ടിന്റെ ചേർന്നാണ് പോകുന്നത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇത് മതിൽ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്താ പറയുക, കമ്പിവേല് പോലെ, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാണാൻ പറ്റും. ഫ്ലൈറ്റൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കിടക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബിനോച്ചേൻ്റെ കൂടെ വന്നു. നമ്മൾ പുറത്തിറങ്ങിയേക്കാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ എയർപോർട്ടിന് അടുത്തോട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം, ഇതാണ് ഇവിടുത്തെ കോപ്പൻഹേഗൻ എയർപോർട്ട്. ഫ്ലൈറ്റൊക്കെ അതിൻ്റെ അവിടെ കിടക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ചേട്ടൻ കുറച്ച് ഓഫീസ് പർപ്പസിന് ആവശ്യങ്ങൾക്കുമായിട്ട് കൂടെ വന്നതാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ നിയറസ്റ്റ് ആയിട്ട് വരും, ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കൂടെ. അപ്പോൾ വരുവാണെങ്കിൽ അങ്ങനെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഇനി ഇവിടുന്ന് ചേട്ടൻ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് മാൽമോയിലേക്കാണ്. മാൽമോ എന്ന് പറയുന്നത് സ്വീഡൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് 1 ഹവർ ട്രാവൽ കൊണ്ട് നമുക്ക് ഡെൻമാർക്കിൽ നിന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. അത് പോകുന്നൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് ഫേമസ് ബ്രിഡ്ജാണ്. ഗൈസ്, അത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പെട്ടെന്ന് വന്നു. എൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കണ്ടല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക്, അതായത് മാൽമോയ്ക്ക് പോകുന്ന വഴിക്ക് ഫേമസ് ആയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ഓർസൺ ബ്രിഡ്ജ് എന്നാണത് അറിയപ്പെടുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ബ്രിഡ്ജ് ഏകദേശം 4 കിലോമീറ്ററോളം നീളമുള്ളതാണ്. നമ്മുടെ ഡെൻമാർക്കിൻ്റെ ഈ കോപ്പൻഹേഗൻ്റെ ഏരിയ മുതൽ മാൽമോ എത്തുന്നവരെ. അപ്പോൾ അതിൽ 4 കിലോമീറ്ററിൽ കുറച്ച് ഏരിയ ഈ ബ്രിഡ്ജ് കടലിനടിയിൽ കൂടിയാണ് പോകുന്നത്. അത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് പോകുന്നത്. അപ്പം അത് ഭയങ്കര രസമാണ്. അതിൻ്റെ സ്കൈ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് മാൽമോയ്ക്ക് സെപ്പറേറ്റ് ഒരു ട്രിപ്പായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ട്രാവൽ എന്നുള്ള പോലെ ഇറങ്ങിയതാണ്. അപ്പം ആ ബ്രിഡ്ജിൻ്റെയും അതിലോട്ട് പോകുന്ന സമയത്തും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ വ്യൂ നോക്കി, എയർപോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നല്ല താന്നായിരിക്കും വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ അതേ ഒരു കുറേ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതേ കൂടെ ട്രെയിനും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വേണമെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റും. അതിലെ ട്രെയിൻ പോകുന്നുണ്ടാവും, നമ്മുടെ ഈ സൈഡിൽ കൂടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഇടുക്കിയിൽ ആ മൂന്നാറിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഏകദേശം അവിടുത്തെ അതേപോലെ ചെറിയ തണുപ്പും കാര്യങ്ങളും ഉണ്ട്. ഒത്തിരി ഇല്ല, സഹിക്കാവുന്നുള്ളൂ. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് ഇതേ വരുന്നുണ്ട്.
നമ്മുടെ കാഴ്ചയെന്ന് പറഞ്ഞു കേസ്. ഇതേ നമ്മുടെ ഒരു ട്രെയിൻ കിടക്കുകയാണ്, നമ്മുടെ ഇഷ്ടംപോലെ വണ്ടികളും. ട്രെയിനിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ അതേ ഒരു ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കാണാം. ഷിപ്പ് മൂവ് ചെയ്ത് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ എയർപോർട്ടും അതിൽ കൂടെ പോണ അതിൽ നിർത്തിയിട്ടേക്കുന്ന ഫ്ലൈറ്റുകളും നമുക്ക് കാണാൻ കഴിയും. ഇതേ മൂവ് ചെയ്യുന്ന ഫ്ലൈറ്റ് എല്ലാം കൂടെ നമുക്ക് ഒറ്റ സ്ക്രീനിൽ അറ്റ് എ ടൈം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മൾ കോപ്പൻഹേഗനിലെ എയർപോർട്ടിൻ്റെ സൈഡിൽ നിന്നിട്ട് ഫ്ലൈറ്റിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നേരെ ഇനി മാൽമോയ്ക്ക് പിടിക്കുകയാണ്. റോഡ് വഴി ഇനി അതിൻ്റെ ഓർസൺ ബ്രിഡ്ജ് വഴി ഇത് വിനോദ് കൂടെ നേരെ മാൽമോയ്ക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ദേ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് മാൽമോയ്ക്ക് ഇതെവിടെ നമുക്ക് ബോർഡ് നോക്കിയാൽ കാണാം. നമ്മളപ്പോൾ നേരെ രാജ്യം വിടുവാണ്. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഓൺ റോഡ് രാജ്യം വിടുന്നത്. ഞാൻ വിനോദ് ചേട്ടൻ സ്ഥിരം പോകുന്നതാണ്. അപ്പം നമ്മൾ നേരെ അതിൻ്റെ കാഴ്ചകളിലേക്ക് അതിൻ്റെ പോകുന്ന വഴിക്ക് നമ്മൾ ഫേമസ് ആയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്, ഓർസൺ ബ്രിഡ്ജ് എന്നല്ലേ ഏട്ടാ? ഓർസൺ ബ്രിഡ്ജ് എന്ന് പറയും. അത് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലെങ്ത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം കടലിനടിയിൽ കൂടിയാണ്, അണ്ടർഗ്രൗണ്ട് വഴിയാണ് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകൾ കാണാം. ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണോ അത്? ഓക്കെ, 31 കിലോമീറ്ററിൽ നമ്മൾ നേരെ സ്വീഡൻ എത്തും. സ്വീഡനിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ സ്വീഡൻ ആയിട്ടില്ല, ഡെൻമാർക്കാണ്. ഓക്കെ ഓക്കെ. ബോർഡർ വരിക. ഇത് ബ്രിഡ്ജിലോട്ട് കയറുകയാണ്. ഈ ബ്രിഡ്ജ് കഴിയുമ്പോൾ ഓവർ ബ്രിഡ്ജാണ്. അന്നേരം നമുക്ക് കാണാം വെൽക്കം ടു സ്വീഡൻ. അത് നോക്കിയെടുക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ നേരെ ബ്രിഡ്ജിലോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് കയറുകയാണ്. ആക്ച്വലി ഇതിന്റെ കുറെ ഭാഗം കടലിനടിയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. കുറച്ചധികം ദൂരമുണ്ട്. ഈ ഭാഗത്താണോ അതോ അപ്പുറത്തെ സൈഡിലാണോ? ബ്രിഡ്ജിന്റെ ഏത് സൈഡാ കടലിനടി കൂടെ വരുന്നത്? ഇതിപ്പോ നമ്മൾ കുറച്ചെങ്കിലും കഴിയുമ്പോൾ കടലിനടിയിലോട്ടാണ്. ഓക്കെ ഓക്കെ. നമ്മൾ കയറുന്നത് ഓവർ ബ്രിഡ്ജിലോട്ട് കയറും. കടലിനടിയിൽ കൂടെ കുറെ ഭാഗമുണ്ട്. ഓക്കെ. ഡെൻമാർക്കിന്റെ ആ സൈഡ്, ബ്രിഡ്ജിന്റെ ഡെൻമാർക്കിന്റെ സൈഡിലാണ് കടലിനടി വരുന്നത്. യെസ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഓവർ ബ്രിഡ്ജിലോട്ട് കയറുമ്പോഴാണ് സ്വീഡന്റെ കടന്നു വരുന്നത്. ഓക്കെ, ശരി ശരി. ശരിക്കും നമ്മളിപ്പോ ഏകദേശം കടലിന്റെ അടിയിൽ കൂടെ ഉള്ള ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ല. ഇല്ലില്ല, ഫുൾ അണ്ടർഗ്രൗണ്ട്. ഞാൻ അതിന്റെ ഒരു ഇവിടെ പണി നടക്കുന്ന ടൈമിലെ വീഡിയോസും കുറെ കാര്യങ്ങൾ എടുത്ത് കണ്ടിരുന്നു. എങ്ങനെയാണത് അവര് ഡ്രില്ല് ചെയ്ത് ഇതിന്റെ അടിയിൽ കൂടെ പോകുന്നതെന്നൊക്കെ ഉള്ളത്. സ്വീഡൻ എത്തി. സ്വീഡനിൽ നമ്മൾ കാല് കുത്തിയിരിക്കുകയാണ്. ഓക്കെ, സെൻറ്റർ സിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൗത്ത് അല്ലേ. അപ്പം നമ്മൾ അവിടെ ഒരു മാളാണത് മാക്സിമം എഴുതിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഏരിയ ഉള്ളതുണ്ട്. നമ്മൾ മാളിനകത്തൊന്ന് കയറി
ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കി. ഇല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ഇത് അപ്പുറത്ത് ബർഗർ കിങ് ഉണ്ട്, നമ്മളവിടെ പോയിട്ട് ലാവിഷായിട്ട് ബർഗർ കഴിക്കുന്നതായിരിക്കും. അത് തന്നെ എവിടെ ചെന്നാലും മക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും ആണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇത് H&M ഒക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡ് തന്നെയാണ്. നമ്മൾ സ്വീഡനിലെ മാളിലോട്ടാണ് നേരെ പോകുന്നത്. ആദ്യമായിട്ടാണ് കാറിന് വന്ന് വേറൊരു കണ്ടിൽ നടന്നു കയറുന്നത്. ക്രിസ്മസിൻ്റെ ട്രീ ഒന്നും കളഞ്ഞിട്ടില്ല, അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്വീഡനിലെ ഒരു മാളിലാണുള്ളത്. നമ്മളവിടെ ലുലു മാൾ അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മൾ ഡെൻമാർക്കിൽ എത്തിയിട്ട് അവിടെ കോപ്പൻഹേഗനിൽ ഒരു 2-3 മാളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം സിമിലർ ആയിട്ടുണ്ട്, പക്ഷേ അത്രയും വലിയതല്ല, ഒരു ചെറിയ മാളാണ്. നമുക്ക് 2 ഫ്ലോർ മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നടന്ന് കണ്ടു നോക്കാം. അപ്പോക്കെറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫാർമസിയാണ്. ഫാർമസിക്ക് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല, അതങ്ങനെയുണ്ട്. H&M ബ്രാൻഡ് അവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും നമുക്ക് H&Mൻ്റെ ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളുണ്ട്. മാള് ചെറിയ മാളാന്ന് പറഞ്ഞെങ്കിലും അത് ഹൈറ്റ് വൈസ് ആയിരുന്നു അങ്ങനെ എനിക്ക് കയറിയപ്പോൾ തന്നെ തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പോൾ ഡീവിയേഷൻ എടുത്തിട്ട് അത്യാവശ്യം നല്ല പരന്ന് കിടക്കുന്ന ഒരു മാളാണ്. ഒരുപാട് ഷോപ്സും കാര്യങ്ങളകത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. ഹൈറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 2 ഫ്ലോർ മാത്രമേ കണ്ടുള്ളൂ, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇങ്ങനെ നടന്ന് നോക്കിക്കഴിഞ്ഞ സമയത്ത് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരുപാട് ഡീവിയേഷനും കാര്യങ്ങളും കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ഷോപ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ്, ഡ്രസ്സിൻ്റെ ബ്രാൻഡ്സ് കാര്യങ്ങൾ ഷോപ്സ് ഉണ്ട്. ഗെയിമിംഗ് ഏരിയ ഉണ്ട്, പിള്ളേർക്കുള്ള ഗെയിമിംഗ് ഏരിയ. അവിടെ ഒരുപാട് ഗെയിമിംഗ് കൺസോൾസും കാര്യങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ജൂല എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ജെയ്ക്ക് വൈ എന്നുള്ള പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂല എന്നുള്ള പോലെ ആയിരിക്കും ഇവർ പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇതുവരെ കേട്ടത് വെച്ച് മനസ്സിലായേക്കുന്നത്. ഇവിടെ ഫാൻസി സ്റ്റോർ അല്ലെങ്കിൽ ലേഡി സ്റ്റോർ പോലെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളുണ്ട്. അടിപൊളിയായിട്ട് ഡ്രസ്സ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവൻറ്റിന് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്തോ. കാസൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സിൻ്റെ ഷോപ്സാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ആണ്. നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ വേറൊരു കളറിൽ ഷൂസിൻ്റെ അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. വിൻ്റർ ക്ലോത്ത്സ് അതുപോലത്തെ ഉള്ള വിൻ്ററിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷൂസും കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെ നമുക്കൊരു M കാണാൻ പറ്റും. നമുക്കറിയാവുന്ന മെയിൻ ഷോപ്പാണത്, മക്ഡൊണാൾഡ്സ്. മൊബൈൽ ഇലക്ട്രോണിക് ഷോപ്സാണ്. കെച്ചൽ ആൻഡ് കമ്പനി, ലക്കിയ, ലെഗോസ്, അതുപോലെ തന്നെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ സ്ഥിരം മക്ഡൊണാൾഡ്സ്. നമ്മൾ പിന്നെ വേറൊരു എൻട്രൻസിലെത്തി. നമുക്ക് തിരിച്ച് നടക്കാം. എക്സ്പ്രസോ ഹൗസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡെൻമാർക്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം. മൊത്തത്തിലുള്ള ചിലവും കോസ്റ്റ്ലിയാണ്. അപ്പോൾ സ്വീഡനിൽ കുറച്ചും കൂടെ കോസ്റ്റ് ഫ്രീ ആണ്, അതായത് കോസ്റ്റ് കുറവാണെന്നുള്ള പോലെയാണ് പറയുന്നത്. അതിലിവിടുത്തെ ഒരു മെയിൻ ഷോപ്പാണിത്. ഇവിടെ നമ്മൾ വന്നേക്കുന്ന മാളിൽ
ഇവിടെ നമുക്ക് ബൊഫേ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് എല്ലാം കഴിക്കാൻ പറ്റും. ഡെൻമാർക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അതും അൺലിമിറ്റഡ് ആണ്, ഡ്രിങ്ക്സ് കാര്യങ്ങൾ കൂൾ ബാറൊക്കെ. നമുക്ക് ഫുഡും കാര്യങ്ങളും നോക്കാം. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്. നൂഡിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്രൈസ് കാര്യങ്ങൾ. ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ സാലഡ്, ഡ്രിങ്ക്സ്, പെപ്സി, നമുക്ക് ഏത് വേണമെങ്കിലും അതുപോലെ എടുക്കാൻ പറ്റും. വീഡിയോയിൽ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ബഫേ ഇത് കണ്ടു. നമുക്ക് 149 ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ നോർമലി ഡെൻമാർക്കിൽ നമ്മൾ കോപ്പൻഹാഗനിലുള്ള സമയത്ത് ഒരു ബർഗർ മേടിക്കണമെങ്കിൽ പോലും ഏകദേശം 150 ഈ റേഞ്ചിൽ വരും നമ്മൾ നല്ലൊരു ബർഗറും ഡ്രിങ്ക്സും കൂടെ. പക്ഷേ ഇവിടെ നമുക്ക് ലഞ്ച് ബഫേ 149 നമുക്ക് കിട്ടും. ഇത് 149 സ്വീഡിഷ് ക്രോണാണെന്നു. അങ്ങനെയാണെങ്കിൽ അത് ഡെൻമാർക്കിനെ വെച്ച് നോക്കുമ്പോൾ DKK-നേക്കാളും കുറവ് റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് അവിടെ കൊടുത്തത്.